ഞാൻ നിങ്ങളുടെ നിരവധി പരിപാടികളിൽ മുമ്പും പങ്കെടുത്തിട്ടുള്ളതാണ്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മയക്കുമരുന്നിനെതിരായി ഒരു അതിഗംഭീരമായ ധർണ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചു. അന്ന് ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കാര്യം സൂചിപ്പിച്ചു. പല ധർണകളും കണ്ട സെക്രട്ടേറിയറ്റിൽ ഒരു സമൂഹത്തിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ഒരു ധർമ്മസമരം ഇത്രയേറെ ജനപങ്കാളിത്തത്തോടുകൂടെ നടത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ കാരണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന പല ധർണകളും ഒന്നുകിൽ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ താല്പര്യത്തിന് വേണ്ടി, അങ്ങനെയൊക്കെ ധർണകൾ നടത്തി ഒരുപാട് ധർണകൾ കണ്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മനുഷ്യനെ ഒരു ക്യാൻസർ പോലെ ബാധിച്ച മദ്യപാനത്തിനും അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുമെതിരായ ഒരു പൊതു മനസാക്ഷി ഉണർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് നിങ്ങൾ ആ ധർണ സംഘടിപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴൊക്കെ നിങ്ങളുടെ നിർലോഭമായുള്ള പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്തുണ ലഭിച്ചാൽ ആ കാര്യം എന്നും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ച് വളരെയധികം ചർച്ചകളും സെമിനാറുകളും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക നേതാക്കന്മാരെ സന്ദർശിക്കാറുണ്ട്, അവരുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്, അവരുടെ വോട്ടുകൾ അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് തിരിച്ചൊന്നും ആവശ്യപ്പെടരുത് എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. സാമുദായിക സംഘടനാ നേതാക്കന്മാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് അവരെ സഹായിച്ച് വിജയിക്കുമ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുന്ന രീതി അതൊരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് അതൊന്നും തോന്നിയില്ല. സമുദായ നേതാക്കന്മാരുടെ വോട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ധൈര്യം പറയാം. അങ്ങനെ ആദർശം പറഞ്ഞ് വിജയിച്ചു വരുന്നവർക്ക് സധൈര്യം പറയാം, ഇനി നിങ്ങളുടെ സഹായം കൊണ്ടല്ല ഞാൻ ജയിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഇനിയൊന്നും എന്നോട് ആവശ്യപ്പെടണ്ട എന്ന് ചങ്കൂറ്റത്തോടെ പറയാം. പക്ഷെ അങ്ങനെ പറയാൻ കഴിയുന്ന ആരുണ്ട് ഇപ്പൊ കേരളത്തിൽ? ഐക്യജനാധിപത്യ മുന്നണിയാകട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാവട്ടെ, രണ്ടും പെടാതെ മത്സരിക്കുന്നവരാകട്ടെ, അവരെല്ലാവരും ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനകളുടെ ഓഫീസിൽ പോകാതെ ഒരു തെരഞ്ഞെടുപ്പിലും മുന്നിട്ടിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങോട്ടും ആവശ്യങ്ങളുണ്ടാകും. അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് പൂർണ്ണമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അത് എല്ലാ വാല്യൂസൊക്കെ നോക്കണം. അതേസമയത്ത് നിങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതി ശരിയല്ല. ചിലപ്പോൾ സാമുദായിക സംഘടനകളുടെ ഭാഗത്തുനിന്ന് അപ്രിയങ്ങളായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ അപ്രിയങ്ങളായുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ ഇത് അവസാനത്തെ ഇലക്ഷൻ അല്ല എന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കും. ഞാൻ ഒരുപാട് സാമുദായിക സംഘടനാ നേതാക്കന്മാരൊക്കെയായി അത്ര അധികം ബന്ധപ്പെടുത്തുന്ന ഒരാളൊന്നുമല്ല. വളരെ എന്നാൽ അതേസമയം ഇലക്ഷന് എല്ലാ സമുദായ അംഗങ്ങളെയും കാണാറുണ്ട്, അവരുടെ പിന്തുണ സ്വീകരിക്കാറുണ്ട്. സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിച്ചു എന്ന് നട്ടലോടുകൂടെ ഞാൻ പറയാൻ പോകുന്നു. അപ്പൊ അങ്ങനെ സ്വീകരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചു ചില ആവശ്യങ്ങളുണ്ടാവില്ല. ആ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ ബാധ്യസ്ഥരാണ്. ഇനി ഏതെങ്കിലും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പിൽ സഹായിച്ചില്ലെങ്കിലോ
പിന്നെ അവരുടെ സെക്രട്ടറി അറിയിക്കാവുന്നതിന് കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞതിലേക്ക് അടുത്ത് പിന്നെ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് എതിർത്ത് വരുന്നവർ നാളെ നമ്മളെ സഹായിക്കാനും സാധ്യതയും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ശ്രീ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തിയതിന്റെ സമാപന സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, കാന്തപുരം എന്നെ സഹായിച്ചിട്ടുമുണ്ട്, എതിർത്തിട്ടുമുണ്ട്. പക്ഷെ എതിർത്തവരും സഹായിക്കപ്പെടും. അദ്ദേഹത്തിനോട് സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിച്ചു. അത് ഞാൻ എല്ലാവരും അതിനാണ് രാഷ്ട്രീയത്തിലായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 5-8 തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. തോറ്റു കഴിയുമ്പോൾ ഇന്ന സംഘടന സഹായിക്കാത്തോണ്ട് തോറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം സമുദായ നേതാക്കന്മാർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങളെ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് ദ്രോഹിക്കുന്ന സമീപനം ആരും സ്വീകരിച്ചാലും ശരിയല്ല. ഇവിടെ നാടാർ സമുദായത്തിനെ സംബന്ധിച്ച് അവർക്ക് ഞങ്ങൾക്ക് ചില പരാതികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ കഴിഞ്ഞ ദിവസം KPC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വിഷ്ണു ചന്ദ്രശേഖരനെ സന്ദർശിച്ചതായി ഞാൻ ചാനലിലും ഒക്കെ കണ്ടു. അന്ന് വൈകുന്നേരം സന്ദർശനത്തിന്റെ അന്ന് വൈകുന്നേരം ഇവിടെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലെ കാന്തപുരത്തിന്റെ യാത്രയുടെ സമാപന ചടങ്ങിൽ ഞങ്ങള് കണ്ടു. പലരെ അന്വേഷിച്ചു കാലത്തെ സംഭാഷണം എന്താൽ എന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത്. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ ചന്ദ്രശേഖരൻ എന്നെ കാണാൻ വന്നു. നിങ്ങളെല്ലാവരും ചാനലിൽ കണ്ടാണ്. ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ വരികയാണെങ്കിൽ അതാരാണെന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇലക്ഷൻ കാലത്ത് ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, അതൊന്നും മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് തലയിൽ മുന്നിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടല്ല അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾക്ക് ഉപരിയായി നാടാർ സമുദായത്തിൽ ലഭിക്കേണ്ട ആവശ്യകതകളെ കുറിച്ച് ഇപ്പൊ അദ്ദേഹം ചുരുങ്ങിയ വാർത്തയാണെങ്കിലും അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കാരണം നിങ്ങൾ എപ്പോഴും ഇടപെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് അദ്ദേഹം കൂടെ 2 മിനിറ്റിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ച് എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള സമുദായത്തിന്റെ ചില പരാതികൾ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയിലേക്ക് KPC പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ, കാരണം പെടുത്താനല്ലേ എനിക്ക് പറ്റും. പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ നാളെ ചെറുരാജ് ഇവിടുത്തെ MLA ആയാലും ഞാനും MLA, ചെറുരാജ് കോൺഗ്രസ് MLA, ഞാനും കോൺഗ്രസ് MLA. ആ സ്റ്റാറ്റസ് എനിക്കുള്ളൂ. പക്ഷെ എങ്കിലും നാടാർ സമുദായവും കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഒരാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്നും അഭിമാനമായിരുന്ന ശ്രീ കാമരാജനാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ അവരുടെ തുല്യമായി സീറ്റ് ഷെയർ ചെയ്താണ്. അന്നത്തെ കാലത്ത് AICC പ്രസിഡന്റ് കോൺഗ്രസിന്റെ എല്ലാമായിരുന്നു. അത് ഇന്നും അതെ. പക്ഷെ അന്നത്തെ കാലത്ത് ശ്രീ കാമരാജൻ നാടാരെ പോലുള്ള പ്രകടനമതികൾക്ക് വളരെ പ്രാധാന്യമാണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പിന്നീട് ഇന്ദിരാഗാന്ധിയൊക്കെ നൽകിയത്. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ കൊണ്ടുവരുന്നത്. ഇന്ദിരാഗാന്ധിക്ക് 69 കോൺഗ്രസിന്റെ പിളർപ്പിൽ ഇന്ദിരാഗാന്ധി ഏറ്റവും വ്യക്തിപരമായി വേദനിച്ചത് ശ്രീ കാമരാജ് സംഘടനാ പക്ഷത്തോടൊപ്പം നിന്നപ്പോഴായിരുന്നു. പക്ഷെ അവർക്ക് ശ്രീ കാമരാജിനോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിനൊരു തെളിവ് 71 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കാമരാജനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോ പലരും കോൺഗ്രസിനെ വളരെ വീഴ്ചൊരു നിയോജകമണ്ഡലമാണ് നാഗർകോവിൽ പാർലമെന്റ് എന്ന് പറഞ്ഞത്. ഇത്തവണയും 5 കിട്ടിയത് മുഴുവൻ കന്യാകുമാരി ജില്ലയിലാണ്. അപ്പൊ അന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് DMK-യുമായിട്ട് സഖ്യം ഉണ്ടാക്കിയപ്പോ
തമിഴ്നാട്ടിലെ ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി കണ്ടത് അന്നത്തെ സംഘടനാ കോൺഗ്രസിനാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സംഘടനാ കോൺഗ്രസിനെ കോൺഗ്രസ് ആയി കണ്ട ഒരേ സംസ്ഥാനം തമിഴ്നാടായിരുന്നത് ഈ കാമരാജൻ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ 71 സീറ്റ് വന്നുവെച്ചപ്പോ കോൺഗ്രസിന് വളരെ ബേസ് ഉണ്ടായിരുന്ന 400 സീറ്റ് കോൺഗ്രസിന് നൽകാൻ അന്ന് കരുണാനിധി തയ്യാറായപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞത് ആ സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നില്ല, അത് DMK-യോട് തുടരാനാണ്. കാരണം ശ്രീ കാമരാജനെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മറ്റു സ്ഥാനാർത്ഥിയെ നിർത്തിയൊരു ഇലക്ഷന് പോവാൻ ഇന്ദിരാഗാന്ധിക്ക് ഉൾപ്പെടെ മാനസികമായി പ്രയാസമുണ്ടായി. അതുകൊണ്ട് തന്നെ ശ്രീ കാമരാജൻ അന്തരിച്ചപ്പോ ശ്രീമാൻ GK മൂപ്പനാരുടെ നേതൃത്വത്തിൽ കാമരാജനോടൊപ്പം നിന്ന മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാൻ ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോകും. കാമരാജ് മരിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്ന എല്ലാവരും ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഞാനും അദ്ദേഹവുമായി സാങ്കേതികമായി മാത്രമേ 2 പാർട്ടികളിലായി നിന്നിട്ടുള്ളൂ, മാനസികമായി ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണോ നിങ്ങളെ സംരക്ഷിച്ചത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുക മാത്രമല്ല, കാമരാജനോടൊപ്പം അവസാനം വരെ അടിയുറച്ചു നിന്ന GK മൂപ്പനാരെ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇന്ദിരാഗാന്ധി നിയമിക്കുകയും മരണം വരെ ഈ മൂപ്പനാരുടെ കുടുംബമായിട്ട് ബന്ധമുണ്ടായി. അദ്ദേഹം അവസാന കാലത്ത് സാങ്കേതികമായിട്ട് കോൺഗ്രസ് വിട്ട് തമിഴ്നാടിനെ കോൺഗ്രസ് ഉണ്ടാക്കിയെങ്കിലും നെഹ്റു കുടുംബത്തിനോട് അദ്ദേഹത്തിന് അത്രയേറെ സ്നേഹം ശ്രീ മൂപ്പനാർക്കുണ്ടായി. ഞാൻ സൂചിപ്പിച്ച് അതൊക്കെയാണ് ഈ സമുദായവും കോൺഗ്രസുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടൊരു നേതാവ് കേരളത്തിലെ എന്റെ പിതാവായിരുന്നു എന്നറിയാം. 1980 ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അന്നത്തെ കോൺഗ്രസ് ഐ എന്ന് പറഞ്ഞാൽ അന്ന് വളർന്ന ഒരു കോൺഗ്രസ് ഐയാണ്. കോൺഗ്രസ് വളർന്ന് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചപ്പോ ഒരു വിഭാഗം ശിവരാജന്റെ നേതൃത്വത്തിൽ വേറെയായിട്ട് പ്രവർത്തിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ M. ഗോവിന്ദനായരെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി. കരുത്തനായ M. ഗോവിന്ദനോട് മത്സരിക്കാൻ കോൺഗ്രസിന് ആരെങ്കിലും ഉണ്ടോ എന്ന് പലരും എന്ന് വെല്ലുവിളിക്കല കളിയാൻ കഴിയും. അങ്ങനെ വെല്ലുവിളിക്കുന്ന ഈക്വൽ സ്റ്റാറ്റസ് കളിക്കാണല്ലോ വെല്ലുവിളിക്കുക. ഇത് വെല്ലുവിളിക്കല, നിങ്ങൾക്ക് ആരുണ്ട്. അന്നാണ് ശ്രീ നീതിയോഗ്യ എന്ന ആളെ പാർലമെന്റിൽ സ്ഥാനാർത്ഥിയായി ശ്രീ K. കരുണാകരൻ പ്രഖ്യാപിച്ചു. അന്ന് 1,00,000 വോട്ടുകൾ ശ്രീ നീലൻ അന്ന് തിരുവനന്തപുരം പാർലമെന്റിൽ ജയിച്ചു. ആ വിജയം തിരുവനന്തപുരത്ത് മാത്രമായി ഒതുങ്ങിയിട്ടില്ല. അന്നത്തെ കോൺഗ്രസ് ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ചെലവിൽ വീഴാൻ ചെയ്ത റഹീം സാഹിബ് വിജയിച്ചതിലും അന്നത്തെ നാടാർ സമുദായത്തിന് ലോക്സഭയിൽ നൽകിയ പ്രാതിനിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു. കാരണം അന്ന് കോൺഗ്രസിന് ഒരു പ്രതീക്ഷയും ചെലവിന് സീറ്റിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2008 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ UDF ഏറ്റവും ദുർബലമായിട്ടൊരു കാര്യമാണ്. അതായത് കോൺഗ്രസിന്റെ ഒരു ഭാഗം കൂടെയുള്ളൂ, DVന്റെയും ഒരു ഭാഗമേ കൂടെയുള്ളൂ. ജനതാ പാർട്ടിയുമായി സീറ്റുകാരനെങ്കിലും ഒരു മാനസികമായിട്ട് യോജിപ്പില്ല. ആ സന്ദർഭത്തില് നെയ്യാറ്റിൻകര താലൂക്കിലെ 4 സീറ്റുകളിലും അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിച്ചതിൽ നാടാർ സമുദായത്തിന്റെ പരിപൂർണമായിട്ടുള്ള 1982 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ദൗർഭാഗ്യവശാൽ ചില ചേരികളൊക്കെ ഉണ്ടാവുകയും 80% കേരളം മുഴുവൻ കോൺഗ്രസ് ശക്തി പ്രാപിച്ചപ്പോ നെയ്യാറ്റിൻകര താലൂക്കിൽ ആ ശക്തി നിലനിർത്താൻ അത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. കാരണം പൂർണ്ണമായ നാടാർ സമുദായത്തിന്റെ പിന്തുണ അത് ലഭിച്ചില്ല. അതുകൊണ്ടാണ് അതനുസരിച്ച് K. കരുണാകരൻ വിജയിച്ചു, സുന്ദരനാരായണൻ ചെറിയൊരു മാർജിനിൽ വിജയിച്ചു. പക്ഷേ നെയ്യാറ്റിൻകര അന്ന് പരാജയപ്പെട്ടു. അന്ന് ഗവൺമെന്റ് രൂപീകരിക്കുമ്പോ
കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങളായിട്ട് പാനലായി മത്സരിച്ചെങ്കിലും ഒരു പാർട്ടി എന്നുള്ള നിലയിലല്ലാതെ മത്സരിച്ചു, സഖ്യകക്ഷികളായിരിക്കാൻ മത്സരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും മന്ത്രിമാരെ തെരഞ്ഞെടുത്തപ്പോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാടാർ സമുദായത്തിനെ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷെ പാർട്ടി 83-ൽ യോജിക്കുകയും ആ യോജിപ്പിനെ തുടർന്ന് മന്ത്രിമാരെ ഒരു ഇളക്കി പ്രതിഷ്ഠ നടത്തിയപ്പോൾ 82-ൽ പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാതിരുന്ന നാടാർ ലാറ്റിൻ കാത്തലിക് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയത് സി കെ കരുണാകരനെ സുന്ദരനാളെ മന്ത്രിയാക്കി. കോൺഗ്രസിന്റെ APC പ്രസിഡന്റായിരുന്ന ജേക്കബ് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി. അങ്ങനെ എല്ലാ മതവിഭാഗങ്ങൾക്കും ജാതി വിഭാഗങ്ങൾക്കും ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. അതിനുശേഷം 2001-ൽ വീണ്ടും നാടാർ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന പരാതി വന്നപ്പോ ഉമ്മൻചാണ്ടി 2005-ൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ശ്രീ ശക്തന്റെ മന്ത്രിയാക്കിയ തീരുവെന്ന നിലപാടെടുത്തതും സി കെ കരുണാകരനായി. അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു അവേദ്യമായിട്ടുള്ള ബന്ധം കോൺഗ്രസ് പാർട്ടിയും നാടാർ സമുദായവുമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ നാടാർ സമുദായത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. വളരെ ചർച്ചയിലൂടെ നമുക്ക് പരിഹാരം ഉണ്ടാകും. ഈ ഇവിടെ ഉണ്ടായിരുന്ന ചില ഫീലിങ്സ് ഉണ്ട്, അത് ചർച്ചയിലൂടെ അതിന് പരിഹാരം ഉണ്ടാകും. എന്നാൽ ഒരു എലക്ഷൻ കണ്ടുകൊണ്ടുള്ള തീരുമാനമാകുന്നത്. കാരണം ജൂലൈ 2 കഴിഞ്ഞാലും നമുക്ക് എല്ലാ സമുദായത്തിലും ഇവിടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. ജൂൺ 2 കഴിഞ്ഞാലും ഇനി ഇലക്ഷനൊക്കെ വരാൻ. അപ്പൊ ആ ജൂൺ 2-ന് ജൂൺ 3 വരെയുള്ള സാഹചര്യമല്ല നോക്കേണ്ടത്. ജൂൺ 2-ന് ശേഷവും നമുക്ക് എല്ലാവർക്കും ഈ മണ്ണിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഫീലിങ്ങോടുകൂടെ തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി പ്രശ്നം പരിഹരിക്കണം. അല്ലാതെ ഒരു കൂട്ടരെ കാണുമ്പോൾ വില ചെയ്യാത്ത ഇത് കഴിയട്ടെ, മറ്റേ കൂട്ടിയോട് വേദന പറയുന്ന രീതി ശരിയല്ല. രണ്ടു കൂട്ടിയെ മേശയ്ക്ക് ചുറ്റും ഇരുത്തി നമുക്കിതെങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അങ്ങനെയാണ് സി കെ കരുണാകരൻ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാൻ കഴിവുള്ള നേതൃത്വം സത്യം പറഞ്ഞാൽ കോൺഗ്രസിലുണ്ട്. അതൊരു പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ മുഴുവൻ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നാടാർ സമുദായത്തിന്റെ കാര്യം പറഞ്ഞു. അവരുടെ ഫീലിങ്സ് ഉണ്ട്, ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം. നാളെ ഇവിടെ സമുദായങ്ങളുടെ വെച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ നമുക്കറിയാം എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ ജാതിയുടെയും മതത്തിന്റെയും വേണ്ടൊക്കെ കണക്ക് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആരോഗ്യപ്രദമായിട്ടൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം ചൂണ്ടിക്കാണിച്ച ഒരാളാണ്. അല്ലാതെ ഞാൻ ആരെങ്കിലും വേദനിപ്പിക്കാനോ ആരെങ്കിലും നമ്പർ കുറയ്ക്കാനോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ സമൂഹത്തിൽ ഈ രീതിയിലുള്ള ചിന്തകൾ വരുന്നു. ഓരോ സമുദായവും ഞങ്ങൾക്ക് എന്തുണ്ട്, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമെന്ന തോന്നൽ ചില ഭാഗത്ത്, ചിലർക്ക് കൂടുതൽ കിട്ടുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ. ഇത് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഏർപ്പാടല്ല. പലപ്പോഴും സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരാളാണ്. മുമ്പ് നാളാകെ രാഗമുണ്ടായപ്പോ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, തെറ്റ് ചെയ്താൽ ആരാണ് ശിക്ഷിക്കപ്പെടും. കാരണം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഏർപ്പാട് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ജാതിയുടെയും മതത്തിന്റെ പേരിലായാലും ആശയപരമായിട്ടുള്ള പോരാട്ടമാണ്. പക്ഷേ കല്യാണത്തിൽ പറഞ്ഞു എന്റെ ആശയം എന്താണെന്ന് എനിക്ക് പറയാം, നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം. അത് നമ്മൾ പരസ്പരം ആശയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായി കൈകാര്യം ചെയ്യും. അതേസമയത്ത് കായികമായി കൈകാര്യം ചെയ്യാൻ പോയാൽ
ജീവന് വരെ ഭൂമിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ മിനിഞ്ഞാന്ന് കോഴിക്കോടുണ്ടായ സംഭവങ്ങളോ ദൗർഭാഗ്യമാണ്. ഒരു പൊതുപ്രവർത്തകനെ അർദ്ധരാത്രി 51 വെട്ടുകളേറ്റ് മരണപ്പെടുന്ന ഒരു പ്രാകൃതമായൊരു സമ്പ്രദായം ദൗർഭാഗ്യവശാൽ ഈ കേരളത്തിൽ സംഭവിച്ചു. അപ്പൊ അതുപോലെ ഈ മാറാട് കലാപം നടന്നപ്പോൾ ഞാൻ പറഞ്ഞത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കണം. പക്ഷെ കുറ്റവാളി ജനിച്ച സമുദായത്തെ ശിക്ഷിക്കരുത്. അവരെന്ത് വിളിച്ചു? അത് പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരാളല്ല. അമ്പലത്തിൽ തൊഴിലാളി ചിലപ്പോൾ അടിയുന്നതോ ചെറുതായുള്ള കാര്യം വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തവണ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തിരിച്ചാൽ അപ്പൊ അങ്ങനെ ഒരു സത്യം വരുമ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വിവേകപൂർവ്വം ചിന്തിക്കണം. അതായത് വികാരത്തിന്റെ പേരിൽ നമ്മൾ എടുത്തി അടിക്കുകയായിരുന്നു. ആ വികാരം കൊണ്ട് എടുത്തി അറിയാൻ നമ്മൾ എവിടെ എത്താനും പോകുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ മുന്നോട്ട് വെച്ച നിങ്ങളുടെ ഭയാശങ്കൾ അത് ഗവൺമെന്റ് പരിഹരിക്കുന്ന വിശ്വാസമാണ് എനിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സമുദായത്തിനെയും മാറ്റി നിർത്തി നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വർഷങ്ങളായി കോൺഗ്രസുമായി ബന്ധമുള്ള ആറാം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൂടെയാണ്. ആ കാലത്തൊക്കെ കോൺഗ്രസ് ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇത് നിലവിൽ നിമിഷം വന്ന കാലത്ത് കോൺഗ്രസിന് വർഷങ്ങളും ഭരിച്ചു. ഉദാഹരണത്തിന് ശ്രീ കേന്ദ്രനാഥ് നേമത്തെ അംഗത്തിൽ രാജിവെച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് അത് ഞങ്ങളുടെ സംഘടന വളരെ ഗംഭീരമായിട്ടൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇലക്ഷൻ ജയിക്കാൻ കഴിയും. കാരണം അന്ന് ക്യാബിനറ്റിൽ ഒരു നാലാം സമുദായത്തിൽപ്പെട്ട ഒരു അംഗത്തിനെ വെക്കാത്ത പ്രതിഷേധം നിയമം അതിശക്തമായി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീ കേന്ദ്രനാഥൻ അധികം തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തിരുത്താൻ മുൻകൈയെടുത്താണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മന്ത്രിസഭ ഒരു ഇറക്കി പ്രതിഷ്ഠ നടത്തിയത്. ഈ പരാതിയുള്ളവരുടെ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ അനന്തമായി നമുക്ക് ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. ഏതായാലും നിങ്ങളുടെ വികാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സംശയങ്ങളുണ്ടാകട്ടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിക്കൊണ്ട് പ്രശ്ന പരിഹാരത്തിന് ഗവൺമെന്റ് ശ്രമിക്കണം. അല്ലാതെ നമുക്ക് ഈ പ്രശ്നം അനന്തമായി നീട്ടിക്കൊണ്ടുപോയിട്ട് ജൂൺ 2 കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ജൂൺ 2 കഴിഞ്ഞാലും ഇവിടെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാകും. ജൂൺ 2 കഴിഞ്ഞു പോകണം. പക്ഷെ ഇവിടെ സമുദായങ്ങൾ നമ്മുടെ സ്പർദ്ധയിലാണ്. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നത് ഒഴുക്കുന്നുള്ളതല്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സമൂഹത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അത് സംശയത്തിന്റെ പേരിൽ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ, അങ്ങനെ സ്നേഹിച്ച് ജീവിക്കാൻ സാധ്യമല്ല. ആ സംശയങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകണം എന്നുള്ള സന്ദേശം ഞാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവരെ അറിയിക്കും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ കൂടുതൽ പറയുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോഴും തന്നെ ഇവിടെ 700 അറിഞ്ഞപ്പോൾ തന്നെ വളരെ എന്തൊക്കെയാണ് എന്റെ പ്രസംഗം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ ഈ സംവിധാനത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെ കൂടുതലൊന്നും പറഞ്ഞ് ഒരു അകൽച്ചയൊന്നും ആരും തമ്മിൽ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം. എന്നോട് ഞാൻ വിഷ്ണു ചന്ദ്രശേഖരനോട് കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ വളരെ ഈ ഇലക്ഷനിൽ ഞങ്ങൾ വളരെ എന്താ പറയുക നിർണായക പോരാട്ടമാണ്. അത് ഞങ്ങളെ സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ആ സഹായം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ ഒരകൽച്ച ഉണ്ടാകരുത്. അകൽച്ച ഉണ്ടാകാതിരിക്കാനും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനും അതേസമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിത്തരാനും നിങ്ങളുടെ ഭയാശങ്കകൾ രൂപീകരിച്ചുകൊണ്ട് നാളെ മറ്റുള്ളവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയമില്ലാത്ത മനസ്സുണ്ടാവണം. ആ ഭയമില്ലാത്ത മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എന്റെ ഭാഗത്തുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള നന്മകളും
ഈ സമുദായം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വളരെ ഭംഗിയായിട്ട് സമുദായത്തിന്റെ കാര്യങ്ങൾ പഠിച്ച് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് സംഘടനയുടെ ഇലക്ഷൻ തീരുമാനം 27-ാം തീയതി 50,000 പ്രവർത്തകർ ഒപ്പിട്ട് തരുന്ന അധിക പരിശോധന എത്തിച്ചിട്ടപ്പെടുത്തി അന്നായിരിക്കും പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഈ സെമിനാറില് ഇന്നലെയാണ് ഈ ചിന്തയിൽ എത്താൻ കഴിഞ്ഞ എല്ലാ പ്രവർത്തനവും ശരിക്ക് ഓരോ വ്യക്തികൾക്കെല്ലാം നന്ദിയുണ്ട്. ഇത് പ്രവർത്തനം പറയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനെ ക്ഷണിച്ചു. സ്നേഹ ബഹുമാനമുള്ള അധ്യക്ഷൻ, നമ്മുടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത മുൻ DCC പ്രസിഡന്റ് KPCC പ്രസിഡന്റ് ശ്രീ മുരളീധരൻ MLA, വേദിയിലായിരിക്കുന്ന സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരളത്തിലെ 40 ലക്ഷത്തിൽ പരം വരുന്ന നാടാർ സമുദായത്തിന്റെ